ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കുവൈറ്റിൽ ബൈക്ക് ലൈസൻസ് എടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുവൈറ്റിൽ ബൈക്ക് ലൈസൻസ് എടുക്കണോ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കാണുക. അവസാനം എങ്ങനെ എടുക്കാം, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നെല്ലാം ഞാൻ പറയുന്നുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിലായിട്ട് എടുക്കാം. നിങ്ങൾക്ക് കുവൈറ്റിൽ ബൈക്ക് ലൈസൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ലൈസൻസ് എന്ന് പറയുന്നത് ബൈക്ക് ലൈസൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പോൾ കുവൈറ്റിലെ പുതിയ റൂൾ അനുസരിച്ച് നമുക്ക് ലൈസൻസ് കാറിൻ്റെ എടുക്കാൻ നമുക്ക് പറ്റില്ല, സാധാരണ ജോലിക്കാർക്ക് പറ്റത്തില്ല. അപ്പം അതിൻ്റെ വിസ സ്റ്റാറ്റസ് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ ജോലി ആയിരിക്കണം, അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ബൈക്ക് ലൈസൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബൈക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എങ്ങനെ എടുക്കാം? അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ മാനേജർമാരോട് ചോദിക്കുക, എന്നിട്ട് മന്ദൂപ്പുമായിട്ട് സംസാരിക്കണം. അതായത് നമുക്ക് വേണ്ടത് നമ്മുടെ സ്പോൺസറുടെ സൈൻ വേണം നമ്മൾ ലൈസൻസ് എടുക്കണമെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യണം, നമ്മുടെ ഇത്തിനാമലിൻ്റെ കോപ്പി നമുക്ക് വേണം, ഇത്തുമത്തോക്കിയുടെ കോപ്പി വേണം, പിന്നെ നമ്മുടെ സ്പോൺസറുടെ സൈൻ. ഈ 3 കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങളടുത്തുള്ള നിങ്ങളുടെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സിവിൽ ID കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം നമുക്ക് ബൈക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഫോം പ്രിൻറ്റ് ചെയ്ത് തരാൻ വേണം. ഇനി അതല്ല, നിങ്ങൾക്ക് തന്നെ പ്രിൻറ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം അതിൻ്റെ ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഫോം നമ്മൾ അവിടെ ചെന്ന് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം അതുമായിട്ട് നമ്മൾ നമ്മുടെ നിയറസ്റ്റ് നിങ്ങൾ എവിടെയാണുള്ളത്, ഏത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഉള്ളതെന്നാണെങ്കിൽ കുവൈറ്റിൽ ഫോർ എക്സാമ്പിൾ ഹവലി, അഹമ്മദി, ജലീബ്, അങ്ങനെ ഓരോ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണല്ലോ നമ്മൾ. അപ്പോൾ അവിടെയുള്ള മുറൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസാണ്. അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് നമ്മുടെ സാധാരണ നാട്ടിലൊക്കെ പോലെ തന്നെ നമ്മുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് കിട്ടും. പിന്നെ ഐ ടെസ്റ്റിന് പോകണം. അതിനുശേഷം എക്സാം ഡേറ്റ് എടുക്കണം. പാസ്സായ പരിപാടി കഴിയും. ഓക്കെ, എല്ലാം വളരെ സിമ്പിളാണ്, എല്ലാവർക്കും എടുക്കാം. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം അറൗണ്ട് ഒരു 100 KD ആകുമായിരിക്കും. ഈ പോക്ക് വരവ് ചിലവ് എല്ലാം കൂടെ ചേർത്താണ് ഞാൻ ഒരു 100 KD ഉദ്ദേശിച്ചത്. ചിലർക്ക് കൂടാം കുറയാം. ഇപ്പോൾ പ്രൈസിലൊക്കെ ഫീസിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 years ബിഫോറാണ് ഞാൻ ഈ ലൈസൻസ് എടുക്കുന്നത്. ആ ടൈമിൽ എനിക്കൊരു കൊറോണ 2020 ലാസ്റ്റ് ഒരു ഡിസംബറോടെയാണ് ഞാൻ ഈ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ കൊറോണ ഒക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് കുറേ പ്രാവശ്യം പോകേണ്ടി വന്നു, അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വന്നു, അപ്പോൾ റിട്ടേൺ വന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര പാടില്ല. പിന്നെ റൂൾസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം പിന്നെയുള്ളത് എക്സാം എങ്ങനെ പാസ്സാവാം എല്ലാം ഞാൻ ഇതിൻ്റെ അവസാന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എക്സാം എഴുതാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എല്ലാവർക്കും എടുക്കണം. ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ് ഒരു ലൈസൻസ് ബൈക്കിൻ്റെ എങ്കിലും കിട്ടുക എന്നുള്ളത്. കാരണം ഇവിടെ ഒരു വണ്ടിയിലും ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. നമ്മുടെ ഒന്ന് പോകണമെങ്കിൽ ടാക്സി, ബസ് കയറി പോകണം, കാറിന് നമുക്ക് കിട്ടൂല. അപ്പം ഞാൻ പണ്ട് കുറേ ആൾക്കാർ ബൈക്കിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഒരു 5 വർഷം മുമ്പൊക്കെ. അപ്പോൾ ഞാൻ ഡ്രൈവർ വിസയാണ്, എനിക്ക് തലബാത്ത് വിസയാണ്, ഡെലിവറി വിസയാണ്, അപ്പോൾ എനിക്ക് ബൈക്ക് ലൈസൻസ് ഉണ്ട്, കമ്പനി എടുത്ത് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം സാധാരണക്കാർക്ക്? അപ്പോൾ പിന്നെ കണ്ടിരിക്കുന്ന മൊത്തം കാശുള്ളവരുടെ കയ്യിലാണ്, നല്ല ജോബുള്ളവരുടെ കയ്യിലാണ്. അവർക്ക് ഓൾറെഡി നല്ല പൈസ ഉള്ള ജോലിയാണല്ലോ. അവർക്ക് നോർമലി കാർ ലൈസൻസ് കാണും. സോ ഓഫ് കോഴ്സ് കാർ ലൈസൻസ് ഉള്ളവർക്ക് ബൈക്കിന് ലൈസൻസ് എടുക്കാം. അപ്പോൾ അങ്ങനെ www.moi.gov എന്ന് പറഞ്ഞ കുവൈറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ലൈസൻസിന് എടുക്കാനും ടെസ്റ്റിന് പഠിക്കാനും എല്ലാം ഉള്ള ഓപ്ഷൻസ് നമ്മുടെ ഈ കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. എങ്ങനെയാണെന്നെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വീഡിയോ മൊത്തമായിട്ടും കാണാം. ഗൈസ്, ഇതാണ്. അപ്പോൾ അങ്ങനെ www.moi.gov എന്ന വെബ്സൈറ്റിലോട്ട് നമ്മൾ കയറുക. ആദ്യം കാണുന്ന തന്നെ പേജ് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അതിനകത്ത് ഈ സർവീസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് താഴെ രണ്ടാമത് കിടക്കുന്ന ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ രണ്ടാമത് ചൂസ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത് വരുന്ന പേജിൽ ട്രാഫിക് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് രണ്ടാമത് വരുന്ന പേജിൽ. ആ പേജിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ലൈസൻസിനെ ബേസ് ചെയ്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ. ഇതെല്ലാം കെയർഫുള്ളായിട്ടൊന്ന് വായിച്ച് നോക്കുക. അതിനകത്ത് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ സർവീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്.
പിന്നെ പേ ചെയ്യാനുള്ളത്, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കാനുള്ളതെല്ലാം നമ്മൾ ഈ സൈറ്റിലൂടെ തന്നെയാണ് അതിനെടുക്കുന്നത്. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഈ സർവീസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ റൈറ്റ് സൈഡിൽ മോട്ടോർ സൈക്കിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് അവിടെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ താഴത്തെ നമുക്ക് ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്കിത് കമ്പ്യൂട്ടർ സെൻറ്റർ വഴിയാണെങ്കിലും ചെയ്യാം. അപ്പോൾ അവർ ഓൾറെഡി നമ്മുടെ സിവിൽ ഐ ഡി നമ്പറും കാര്യങ്ങളും ആഡ് ചെയ്ത് പക്കയായിട്ട് പ്രിൻറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും സൈറ്റ് വഴി കയറി ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഈ സർവീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ഫേസ് ഇങ്ങനെ തെളിഞ്ഞു വരും. അവിടെ എന്തായാലും നിങ്ങളുടെ സിവിൽ ഐ ഡിയും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ആക്സസ് നമ്മുടെ കറക്റ്റ് ആവുക. അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ മൊബൈൽ ഐ ഡിയുമായിട്ട് ഓൾമോസ്റ്റ് കണക്റ്റഡ് ആണ്. നിങ്ങൾ മൊബൈൽ ഐ ഡി പോയി വെരിഫിക്കേഷൻ ഓക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇത് സൈറ്റിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസിന് പോകാൻ വേണ്ടിയുള്ള ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു സൈഡും നിങ്ങൾ ഒരു സിവിൽ ഐ ഡി നമ്പരും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് അവിടെ വെരിഫിക്കേഷൻ ഓക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ സൈഡിലേക്ക് പിന്നെയും കയറാൻ പറ്റത്തുള്ളൂ. പിന്നെ എക്സാം പാസ് ടെസ്റ്റിന് വേണ്ടിയും കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഏത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് നിങ്ങളുടെ സിവിൽ ഐ ഡി ഉള്ളതെന്നറിയാം. നിങ്ങളുടെ ഓൾറെഡി ലോഗിൻ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മുറൂറുകൾ എവിടെയാണെന്ന് അറിയാൻ പറ്റത്തില്ലെങ്കിൽ ആ 4ാമത്തെ ഓപ്ഷനായ ലൊക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാഫിക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഓപ്ഷൻ വരും. ഇപ്പോൾ ഞാൻ ഹവേലി ആയതുകൊണ്ട് ഹവേലി കൊടുത്തു. പിന്നെ എനിക്ക് എവിടെയാണ് ആരെയാണ് കാണുന്നത്, ഞാൻ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുത്തത്. അതും സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിൽ അങ്ങ് കോർണറിലുള്ള ലൊക്കേഷൻ്റെ ലെമ്പളത്തിൽ ക്ലിക്ക് ആക്കുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക് നമ്മുടെ എവിടെയാണ് നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ എവിടെയാണ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ, എവിടെയാണ് നിങ്ങളുടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാനും എവിടെയാണെന്ന് അറിയാനും ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെയാണ് ഈ പേപ്പറായിട്ട് പോകേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ട് ഗൂഗിൾ മാപ്പിലോട്ടാണ് ഡയറക്റ്റ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ അതിനുശേഷം വീണ്ടും ബാക്കിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇനി എങ്ങനെ എക്സാം നമുക്ക് ടെസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. അപ്പോൾ അവിടുന്ന് നേരെ വന്നിട്ട് 3ാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് 2ാമത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് ടെസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു പേജിലേക്ക് നമ്മൾ ചെല്ലും. ആ പേജിൽ ഇതുപോലെ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്, ബൈക്കും കാറിനുള്ളതും പിന്നെ ഹെവി വാഹനങ്ങൾക്കുള്ളതും. അപ്പോൾ അതിനകത്ത് ചൂസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഏതാണ് നമുക്ക് കയറേണ്ടത്. നമ്മൾ ബൈക്ക് മോട്ടോർ സൈക്കിളിൻ്റെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അപ്പോൾ മോട്ടോർ സൈക്കിളിനുള്ള സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് അവിടെ മോട്ടോർ സൈക്കിളിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. ഏകദേശം ഒരു ഫോൾഡറാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു 6-7 ടൈപ്പ് ഓഫ് ഫോൾഡറാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾഡറിനകത്ത് ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ട്. 16 തൊട്ട് 18 വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് ശരിയായാൽ മാത്രമേ നമുക്കത് പാസ് ആവത്തുള്ളൂ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് മോട്ടോർ സൈക്കിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമ്മൾ കയറും. ഇതൊരു ഡെമോയാണ്. ഈ സെയിം ഡെമോ തന്നെയാണ് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മുടെ എക്സാമിന് നമുക്ക് വരുന്നത്. ഈ സെയിം ഡെമോ തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങളൊരു കുറേ പ്രാവശ്യം ഇത് ട്രൈ ചെയ്യുക. ഒരു മോർ ദാൻ 35-30 ടൈംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫോൾഡർ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം എൻ്റർ ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് ഫോൾഡർ ആയിരിക്കും ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഓരോ ഫോൾഡറിലും ഇത്ര 20 ക്വസ്റ്റ്യൻ വെച്ചുണ്ട്. ഏകദേശം 18 ക്വസ്റ്റ്യനുകളും ശരിയാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം. മാക്സിമം ഫുൾ മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ ലാസ്റ്റ് തന്നെ റിസൾട്ട് ഇതിനകത്ത് കിട്ടും. അതിനകത്ത് ശരിയായ ക്വസ്റ്റ്യൻ അതിന് ടിക്കും, റോങ് ആയിട്ടുണ്ടെങ്കിൽ റോങ്ങും കാണിക്കും. റോങ് ആ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരവും അവർ തന്നെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളത് പിന്നെയും വായിച്ച് അത് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം പാസ്സാകാൻ പറ്റുന്നതാണ്. സെയിം ടൈമിൽ തന്നെ നമുക്ക് റിസൾട്ട് വരും. ഇപ്പോൾ എൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നത് 10 മാർക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വിട്ടതാണ്. അപ്പം ഇത് കുറേ പ്രാവശ്യം നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് തന്നെ ഈ ലാസ്റ്റ് കാണുന്ന നമ്മൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസിന് അവിടെ റോങ് ഇൻറ്റു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശരി ഉത്തരം അവർ സെലക്ട് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ വട്ടം വായിച്ച് നോക്കി അതിൻ്റെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എക്സാം പെട്ടെന്ന് പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത് കുറേ പ്രാവശ്യം ചെയ്യണം.
ഒരു 20 പ്രാവശ്യത്തിന് മുകളിൽ ചെയ്താൽ മാത്രമേ ഓരോ ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോഴും ഓരോ 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫുൾ മാർക്ക് മേടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകും. കാരണം എക്സാം ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ കമ്പ്യൂട്ടറൈസ് ആണ്, നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കുറേ പ്രാവശ്യം ചെയ്ത് കൺഫേം ചെയ്യുന്ന മാത്രമേ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് റോഡ് ടെസ്റ്റിലേക്ക് കയറുന്നതാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ റോഡ് ടെസ്റ്റാണ്. റോഡ് ടെസ്റ്റ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ 8 എടുക്കണം. അതിന് മുമ്പായിട്ട് രാവിലെ നിങ്ങൾ റോഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അത് ചില ദിവസങ്ങളിൽ മാത്രമേ അവർ ഡേറ്റ്സ് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഡേറ്റ് എടുക്കുക, രാവിലെ തന്നെ അത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ രാവിലെയൊക്കെ ഒരു ഡെമോ ഒരു 2 റൗണ്ടൊക്കെ ചിലപ്പോൾ അവർ കാണിച്ചു തരും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. നിങ്ങൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ വഴി പോവുകയാണെങ്കിൽ അവർ ഓൾറെഡി നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് പോകാം. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ട്രൈ അടിക്കാമെന്ന് വെച്ച് ഒരു ട്രയൽ നോക്കി, ഭാഗ്യത്തിന് ആ ട്രയലിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയില്ലായിരുന്നു. അപ്പം ഒരു ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കും, പിന്നെ ഒരു 6 ആക്ക് പോകണം, പിന്നെ അതിനുശേഷം 2 റൗണ്ട് 8 എടുക്കണം. പിന്നെ ഈ VLC പ്ലെയറിൻ്റെ ഇടയിലൂടെ കുറച്ച് ഡിസ്റ്റൻസ് അവർ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കറക്റ്റായിട്ട് കീപ്പ് ചെയ്ത് പോകണം. പിന്നെ നിങ്ങൾ വണ്ടി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, അവർ ജസ്റ്റ് ഒന്ന് മുമ്പോട്ടും പുറകോട്ടും എടുത്ത് വണ്ടിയുടെ എയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ചില ബൈക്കുകൾക്ക് എയർ ഭയങ്കര കുറവാണ്, അപ്പോൾ നമുക്ക് ഹാൻഡിലിങ്ങിനെ ഭയങ്കരമായിട്ട് അത് ബാധിക്കും. പിന്നെ ബ്രേക്കിൻ്റെ ഇഷ്യൂസ്, സ്ലോ സ്പീഡ് ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയിൽ വെക്കണം. പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഹെൽമെറ്റ് അവർ തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് പോകാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പാസ്സായതിനു ശേഷം നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അവർ പറയും ഇത്ര ദിവസം കഴിഞ്ഞ് നിങ്ങൾ സെയിം നമ്മുടെ മുറൂറിൽ നമ്മുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോയി പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ലൈസൻസ് മെഷീനിൽ നിന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈസൻസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ട്രിപ്പ് പോകാനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ഇനി നമുക്ക് സെൽഫ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ബൈക്ക് ഉള്ളത്. അപ്പോൾ എല്ലാവരും ബൈക്ക് എടുക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വളരെ സൂക്ഷിക്കുക. കുവൈറ്റിൽ ബൈക്ക് വളരെ ഡേഞ്ചറാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.